എത്ര തന്നെ ഡൗറി ഇല്ലീഗലാണെന്ന് പറഞ്ഞാലും ഒരുപാട് പേര് ഇന്നും ഫോളോ ചെയ്യുന്ന ഒരു കസ്റ്റമാണ്. എത്ര ഇല്ലെന്ന് പറഞ്ഞാലും ഒരു കൊടും വിഷമായിട്ട് തന്നെ അത് മാരേജ് ലൈഫിൽ അത് പുറകെ വരുന്നൊരു കാര്യമാണ്. നമുക്ക് ഉത്തര കേസ് എടുത്ത് നോക്കാം, വിസ്മയ കേസ് എടുത്ത് നോക്കാം, അതുപോലെ എത്ര 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 കേസുകളാണ് സമൂഹത്തിൽ നടക്കുന്നത്. ഇതൊക്കെ നമ്മൾ ടി വിയിലൂടെ കണ്ട് മറ്റൊരാളുടെ കഥ എന്ന് പറഞ്ഞ് നമ്മളുടെ മക്കളെ ലിറ്ററലി പറയുകയാണെങ്കിൽ ഒരു വിൽപ്പന ചരക്ക് പോലെ 100 പവൻ അവൾക്ക് കൊടുക്കുന്നു, അടുത്ത ആൾ 150 പവൻ ഞാൻ ഇവൾക്ക് കൊടുക്കുന്നു. ഈ ഒരു ചിന്തയിൽ മകളെ അങ്ങ് തീരെഴുതി പൈസയ്ക്ക് വേണ്ടി പൈസ കൊടുത്ത് തീരെഴുതി അങ്ങ് കൊടുക്കുക. ഇതാ ശരിക്കും സൊസൈറ്റിയിൽ നടക്കുന്നത്. ഇതിൻ്റെ മോശവശങ്ങൾ, ഇത് കാരണം ഉണ്ടാകുന്ന മരണങ്ങൾ, പീഡനങ്ങൾ, സെക്ഷൽ അസോൾട്ടുകൾ, ഇതിനെക്കുറിച്ചൊക്കെ ഇന്നും നമ്മുടെ സൊസൈറ്റി അറിയേണ്ടതുണ്ട്, ചിന്തിക്കേണ്ടതുണ്ട്. വി ഷുഡ് ഡെഫിനറ്റ്ലി സേ നോ ടു ഡൗറി. കല്യാണം കഴിഞ്ഞ ഈ കാലഘട്ടത്തിൽ നടന്ന ഇതാണ്. കല്യാണം കഴിഞ്ഞ തൊട്ടടുത്ത ദിവസം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വെർജിനിറ്റി ടെസ്റ്റ് നടത്തി. എല്ലാ മാതാപിതാക്കളും ശരിക്കും പറഞ്ഞ കല്യാണ സമയത്ത് പറയേണ്ടത് അങ്ങനെ പറയണം. പക്ഷേ അങ്ങനെ എത്ര പേര് പറയും? പാരൻസിൻ്റെ അസറ്റ്സ് മുഴുവനായിട്ടും മക്കൾക്കുള്ളതാണ്. അത് അവരുടെ കാലശേഷം ഞാൻ എൻ്റെ അടുത്ത് വന്നാലും വില്ല എഴുതാനും ഇത് ചെയ്യാനേ പറയത്തുള്ളൂ. ഇരിക്കുന്ന കാലം പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യരുത്, മക്കൾക്ക് കൊടുക്കരുത്. മോൾക്കുള്ളതാണ് എന്ന് പറഞ്ഞു കൊടുക്കുന്നതും ഇവർക്ക് കിട്ടുന്ന പ്രതീക്ഷയിലാണ് ഇവർ ഈ കല്യാണം നടത്തുന്നത്. അതും സത്യം പറഞ്ഞാൽ ഒന്നും പറയുകയോ ഫിക്സ് ചെയ്ത് വെക്കുകയോ ചെയ്യരുത്. ഡൗറി ആയിട്ട് ഇപ്പം എൻ്റെ മോൾക്ക് എന്ന് പറഞ്ഞ് ഒന്നും പറയാൻ പാടില്ല. അത് ഇൻഡയറക്റ്റായിട്ട് ഡൗറി തന്നെയാണ്. ഡൗറി അല്ല, മോൾക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നത് ഒന്നുമില്ല. അവർ എത്രയോ കല്യാണത്തിന് അവർ പറയും എൻഗേജ്മെൻ്റ് എന്ന് പറയും, വസ്തു രജിസ്റ്റർ ചെയ്ത് തരണം, വീടും സ്ഥലവും മോക്ക് കൊടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണത്തിന് മുമ്പേ അത് രജിസ്റ്റർ ചെയ്ത് കിട്ടണം. അവർക്ക് അതൊരു പ്രതാപം പോലെ കൂടിയാണ്. ഞാനിപ്പോൾ 100 പവൻ കൊടുത്തു, 150 പവൻ കൊടുത്തു, ഇത് പറയാൻ വേണ്ടിയിട്ട് തന്നെ ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. അല്ല, അത് മറ്റേയാൾ 100 കൊടുത്താൽ ഞാൻ 150 കൊടുത്തു. അത് ഈ 150 ഉണ്ടാക്കാൻ അവർ എത്ര പ്ലെഡ്ജ് ചെയ്യണം, എത്ര കാര്യങ്ങൾ ഉള്ളവരായിരിക്കും. ഒരു കല്യാണം നടത്തണമെങ്കിൽ എത്ര ഇത് കടന്നു പോകണം. എൻഗേജ്മെൻറ്റ് തൊട്ട് പിന്നെ ഓരോ ചടങ്ങുകളാണ്. പക്ഷേ ഒരു തരത്തിൽ അത് കൊള്ളാം. പക്ഷെ അതിൻ്റെ എക്സ്പെൻസ് ആര് മീറ്റ് ചെയ്യും? എന്നാൽ രണ്ടുപേരും കൂടെ മീറ്റ് ചെയ്യാത്ത എന്ത്? എന്തുകൊണ്ടാണ് ഇപ്പോഴും അങ്ങനെ ഒരു സിസ്റ്റം ഇല്ലാത്ത എന്ത്? മാം, ഈ ഡൗറി കേസസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർ ചെയ്യുന്ന ഉറപ്പായിട്ട് തെറ്റാണ്. ഈ സ്ത്രീധനം കിട്ടാത്തതിൻ്റെ പേരിൽ അല്ലെങ്കിൽ കിട്ടിയിട്ട് അത് കുറഞ്ഞു പോയതിൻ്റെ പേരിലും അത് സ്വന്തമാക്കാൻ വേണ്ടിയും ചെയ്യുന്ന കൊടും ക്രൂരതകളാണ് നമ്മളിപ്പോൾ ന്യൂസിലൂടെയും അല്ലാതെയൊക്കെ കാണുന്നത്. പക്ഷെ എനിക്കിപ്പോഴും ഇതിൻ്റെ മറ്റൊരു സൈഡ് ഞാൻ ആലോചിക്കുന്നത്, പാരൻസ് തന്നെയല്ലേ മക്കളെ ഈ ഒരു ഡൗറി സിസ്റ്റത്തിൻ്റെ പേരിൽ മരണത്തിലേക്ക് തള്ളിവിടുന്നത് എന്നുള്ളതാണ്. ദേ ആർ റെഡി ടു ഗിവ്. അപ്പോൾ ആ ഒരു ലൂപ്പ് ഹോൾ വെച്ചിട്ടാണ് ആൾക്കാർ വന്നിട്ട് എനിക്കിപ്പം ഇത്ര പൈസ വേണം, എന്നാലേ നിങ്ങളുടെ മോളെ കെട്ടിക്കൊണ്ട് പോകാൻ പറ്റത്തുള്ളൂ. ഇന്നലെ ഞാൻ ഒരു ഫ്രണ്ടിനോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, നീ പറ, ആ കൊച്ചിനെ വേറെ ആരും കെട്ടത്തില്ല, പൈസ ചോദിച്ചാണ് വന്ന് നിൽക്കുന്നത്, എത്രയോ വർഷങ്ങൾ ഡൗറി കൊടുക്കാത്തതുകൊണ്ട് കല്യാണം നടന്നില്ല, ഈ കേസിൽ എങ്ങനെ കല്യാണം നടത്തും, നീ പറ. അപ്പോൾ എനിക്കെപ്പോഴും തോന്നുന്ന കാര്യം, ദ ഫാമിലി ഈസ് വില്ലിങ് ടു ഗിവ്, വൈ ആർ ദേ സ്റ്റിൽ വില്ലിങ് ടു ഗിവ് എന്നുള്ളതാണ്. ഇതിനെക്കുറിച്ച് മാമിൻ്റെ ടേക്ക് എന്താണ്? ഡൗറി എന്ന് പറയുന്നത് ഒരു നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന, നമുക്ക് ആക്റ്റും ഒക്കെ ഉണ്ടെങ്കിൽ പോലും നിൽക്കുന്ന ഒരു ഈവിൾ സ്പിരിറ്റ് എന്നേ പറയാൻ പറ്റുള്ളൂ. ഡൗറി ഇല്ലാത്ത ഒരു കല്യാണവും ഇല്ല. അതൊരു ചെറിയ 5 പവൻ തൊട്ട് 100, 200, 500 പവൻ കൊടുക്കുന്നത് തൊട്ട് കാറ് കൊടുക്കുന്നത്, പ്രോപ്പർട്ടി കൊടുക്കുന്നത് എല്ലാം ഉണ്ട്. ഓരോരുത്തരുടെ ആസ്തിയും അതിനപ്പുറവുമായിട്ട് കൊടുക്കുന്നു. പക്ഷെ അത് നടക്കുന്നു. നമുക്ക് ഡൗറി പ്രൊഹിബിഷൻ ആക്റ്റൊക്കെ ഉണ്ട്, കൊടുക്കാൻ പാടില്ല എന്നൊക്കെ നിയമം ഉണ്ടെങ്കിലും നമ്മളത് കൊടുക്കുന്നു. പക്ഷേ നമ്മൾ വളരെ കൊഞ്ചിച്ചൊരു പേരാ ഗിഫ്റ്റ് കൊടുക്കുന്നു. അത് മകൾക്ക് തന്നെ കൊടുക്കുന്നു എന്നുള്ള പറയുമ്പോഴത്തേക്ക് മകൾക്കല്ലേ കൊടുക്കുന്നത് എന്നുള്ള രീതിയിൽ പറയുന്നു. പക്ഷേ ആ ഡൗറി എന്നുള്ള ഇത് കൊടുക്കുമ്പോഴൊന്നും അത് വിഷയമില്ല. ഇതൊരു പ്രോബ്ലമായിട്ട് വരുമ്പോഴാണ് ഡൗറി കൊടുത്തു ചെയ്തു എന്നുള്ളത്, അത് തിരിച്ച് കിട്ടിയില്ല, പെൺകുട്ടിക്ക് ഇട്ടുകൊടുത്ത സ്വർണം എവിടെ പോയിന്ന് അറിയത്തില്ല, കാശ് എവിടെ പോയിന്ന് അറിയത്തില്ല എന്നൊക്കെ വരുമ്പോഴാണ് അത് കണ്ടുവരുന്ന ആണുങ്ങൾ ശരിക്കും സ്നേഹിക്കുന്നത് ആ പൊന്നിനെ തന്നെയല്ലേ, ആ കുട്ടിയായിരിക്കില്ലല്ലോ. അവരുടെ സ്റ്റാൻഡ് വേറൊരു രീതിയാണ്. പക്ഷേ ഡൗറി എന്ന് പറയുമ്പോൾ ഇപ്പം ഞങ്ങൾ കോളേജിൽ പഠിക്കുമ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് ചെക്കൻ പറഞ്ഞു, ഞാൻ കല്യാണം കഴിക്കുമ്പോൾ ഡൗറി ഒന്നും വാങ്ങത്തില്ല കേട്ടോ, പക്ഷേ ഒറ്റ മോളുള്ള വീട്ടിൽ നിന്നേ കേട്ടത്തുള്ളൂ.
എല്ലാം മോക്ക് തന്നെ കിട്ടും, അതെല്ലാം എനിക്ക് തന്നെ കിട്ടും. നല്ല ഇൻഡയറക്ട്ലി എൻ്റെ അത് പറയുന്നു. പക്ഷെ അത് അയാൾ ഇതായിട്ട് പറഞ്ഞ് ജോളിയായിട്ട് പറഞ്ഞതാണ്. പക്ഷെ നമ്മളിപ്പോൾ അതിൻ്റെ വയ്ക്കുമ്പോൾ ആ ചിന്താഗതി എങ്ങനെയാണ് എന്നുള്ളതാണ്. പിന്നെ നമ്മൾ മകനെ ഇത്രയും പഠിപ്പിച്ചു, നല്ലൊരു മാസം 3-4 ലക്ഷം ശമ്പളം വാങ്ങിക്കുന്നു, UK-ലും US-ലും ഇരിക്കുന്നു. അങ്ങനെ ശമ്പളം വാങ്ങിക്കുന്ന ഒരാൾക്ക് കല്യാണം കഴിക്കുമ്പോൾ അപ്പോൾ ഇത്രയും നമ്മൾ അതിൽ സ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അവൻ 5 ലക്ഷം രൂപ അല്ലെങ്കിൽ 3 ലക്ഷം രൂപ ശമ്പളം വാങ്ങുന്ന രീതിയിൽ അവനെ നമ്മളാക്കി, പാരൻസ് ആക്കി. അതാണ് അവരുടെ ഡിമാൻഡ്. ഈ പയ്യൻ്റെ സൈഡിൽ നിന്ന് വരുമ്പോഴത്തേക്കും വയ്ക്കുമ്പോൾ എന്തുകൊണ്ട് അവർക്ക് കിട്ടിക്കൂടാ എന്നുള്ള രീതിയാണിത്. അതുകൊണ്ട് അവർ അവിടെ കൂടുതലായിട്ട് ഡിമാൻഡ് ചെയ്യുന്നു അതിനകത്ത്. അപ്പോൾ അവർക്ക് ഇപ്പോൾ ഒരാൾ വരെയാണ് അമേരിക്കയിൽ തന്നെ ജോലിയുള്ള ഒരു എൻജിനീയറുണ്ട് എന്ന് പറയുമ്പോൾ അവർ ഇത്രയും കൊടുക്കാം, ഇത്രയും സ്ഥലം അവിടെ ഉണ്ട് എന്ന് അതിൽ ഫിക്സ് ചെയ്യുന്ന പേഴ്സണലി എനിക്കറിയാം. ഫിക്സ് ചെയ്യുന്ന വരുമ്പോഴത്തേക്കും കുറച്ചും കൂടെ വേറൊരു ഓപ്ഷൻ വരെയാണ്. അവന് കുറച്ചും കൂടെ ശമ്പളം കൂടുതലുള്ള ഒരു പെൺകുട്ടിയുണ്ട് അമേരിക്കയിൽ. അവിടെ ഇരുന്ന് അപ്പം പയ്യൻ സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് പാരൻസാണ് ആ തീരുമാനം എടുക്കുന്നത്. ഇത് വെച്ചാൽ നിനക്ക് കുറച്ചും കൂടെ നിൻ്റെ ഫ്യൂച്ചറിന് നന്നായിരിക്കും. അതായത് 2 സൈഡിൽ നിന്നും പണം എന്നത് ഒരു വലിയ മാറ്ററായിട്ട് മുന്നിൽ കണ്ടാണ് കല്യാണം നടത്തുന്നത്. അങ്ങനെയാണ് എക്സ്ചേഞ്ച് ഓഫ് വാല്യൂസിന് പകരം ഇവർ ഫുൾ അങ്ങോട്ട് പൈസ എന്നൊരു സാധനത്തിൽ ജീവിക്കുന്നത് കൊണ്ടാണ് ഇപ്പൊ ഇത്രയും പ്രശ്നങ്ങൾ വരുന്നത്. പൈസ ഉണ്ടെങ്കിലല്ലേ ജീവിക്കാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മളത് ഹാർഡ് ഏൺ മണി രണ്ടുപേരും നന്നായിട്ട് ജീവിക്കാനുള്ള പൈസ എന്നുള്ളതിനപ്പുറം വിവാഹത്തിൽ അതൊരു മാനദണ്ഡം ആക്കുമ്പോഴാണല്ലേ ഇത്രയും ക്രൂവൽറ്റി വരുന്നത്. ഇത്രയും ക്രൂവൽറ്റി അതാണ്. പക്ഷേ ചിന്താഗതിയാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ ആ പയ്യന് വേറെ സെലക്ഷൻ എടുക്കാൻ പറ്റുന്നില്ല. ഈ പാരൻസ് പറയുന്ന ആളെ സെലക്ട് ചെയ്ത് വരുന്നുള്ളൂ, അവിടെ കൊടുക്കുന്നു. പക്ഷേ ഇതിൻ്റെ അകത്ത് പക്ഷേ ഇപ്പോഴത്തെ പുതിയ തലമുറ, എൻ്റെയൊക്കെ ഒരു തീരുമാനം എന്ന് പറഞ്ഞാൽ എനിക്ക് 2 പെൺകുട്ടികളുണ്ട്. നല്ല വണ്ണം പഠിപ്പിക്കുക, നല്ല ജോലിയിൽ നിൽക്കുക, ബാക്കി അവരുടെ തീരുമാനം. അപ്പോൾ നമുക്ക് കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളത് അതൊരു വലിയൊരു എക്സ്പെൻസാണ്. നമ്മൾ ഈ ഡൗറി കൊടുക്കുന്നതിനേക്കാളും വലിയ എക്സ്പെൻസാണ് ഇപ്പോഴത്തെ കുട്ടികൾക്ക് പഠിപ്പിക്കേണ്ടത്. കാരണം ഇപ്പോഴത്തെ പിള്ളേരെല്ലാവരും പ്രിഫർ ചെയ്യുന്നത് എബ്രോഡ് സ്റ്റഡീസാണ്. എബ്രോഡ് സ്റ്റഡീസിൽ പോകുമ്പോഴത്തേക്കും ഞാൻ ഡെയിലി ഡെയിലി ഈ ഇങ്ങനെ അഫിഡവിറ്റ്സ് ഒക്കെ ചെയ്യും. അതായത് എബ്രോഡ് പോകുമ്പോഴത്തേക്കും നമ്മുടെ അസറ്റ്സ് കാണിക്കണം. അതിൻ്റെ അത് ഇത്രയും അസറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ പഠിക്കാനായിട്ട് ലോൺ കിട്ടാനും ഒക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കുട്ടികളെല്ലാവരും ഓൾ ഓഫ് ദം പ്രിഫർ ടു ഗോ എബ്രോഡ്. അപ്പോൾ അവർക്ക് മാക്സിമം കുട്ടികൾക്ക് താല്പര്യമുള്ളതാണെങ്കിൽ ആ കാശ് കൊടുത്ത് പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഇത്രയും കാശ് കൊടുത്ത് ഇപ്പോൾ പെൺകുട്ടികളെയും വിടുന്നു, ആൺകുട്ടികൾ. അപ്പോൾ ആൺകുട്ടികളുടെ സ്റ്റേജ് വരുമ്പോൾ പാരൻസ് ചിന്തിക്കുന്നത് ഞാൻ ഇത്രയും കൊടുത്ത് കെട്ടിച്ച് ജോലി എടുത്തത് കൊണ്ടാണ് അവർ ഡൗറി വാങ്ങിക്കുന്നത്. ആ രീതിയിൽ വരുന്നു. പക്ഷെ പെൺകുട്ടികളെ വിട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മളിപ്പം പെൺകുട്ടികളെ ചെയ്യുക, അവർ അവിടെ വെച്ച് നല്ലൊരു ജോലിയിൽ നിൽക്കട്ടെ, പിന്നെ ലെറ്റ് ദം ഡിസൈഡ്. അതിന് നമ്മൾ ഗൈഡ് ചെയ്യുക, ആ ഒരു കാര്യം. പക്ഷേ ഇവിടെ നമുക്ക് ഇപ്പോൾ ഇതൊക്കെയാണെങ്കിലും ഡൗറി എന്ന് പറയുന്ന ഒരു സിസ്റ്റം നമുക്കിവിടെ എക്സിസ്റ്റ്. കുറേ പേർക്ക് അതൊരു പ്രതാപം പോലെ കൂടിയാണ്. ഞാനിപ്പോൾ 100 പവൻ കൊടുത്തു, 150 പവൻ കൊടുത്തു, ഇത് പറയാൻ വേണ്ടിയിട്ട് തന്നെ ചെയ്യുന്ന കുറേ ആൾക്കാരും ഉണ്ട്. അത് മറ്റേയാൾ 100 കൊടുത്താൽ ഞാൻ 150 കൊടുത്തു. അത് ഈ 150 ഉണ്ടാക്കാൻ അവർ എത്ര പ്ലെഡ്ജ് ചെയ്യണം, എത്ര കാര്യങ്ങൾ ഉള്ളവരായിരിക്കില്ല. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എൻ്റെ ഒരു സ്റ്റാഫിൻ്റെ മകൻ ഡോക്ടറാണ്. എബ്രോഡ് നിന്ന് ഡോക്ടർ പഠിച്ചിട്ട് വന്നതാണ്. ഇവിടെ വന്ന് അവൻ ഹൗസ് സർജൻസി ചെയ്തപ്പോൾ അവിടെ ഒരു പെൺകുട്ടീനെ ഇഷ്ടപ്പെട്ടു. വേറെ ഇഷ്യൂസ് ഒന്നുമില്ല, ഒരേ റിലീജിയനാണ്, പ്രശ്നങ്ങളൊന്നുമില്ല. ഇത് ചെയ്തു. അപ്പോൾ ഇവർ കല്യാണം ആലോചിച്ച് അവിടെ ചെന്നപ്പോഴത്തേക്കും പെണ്ണിൻ്റെ വീട്ടുകാർ പറഞ്ഞു, ഞങ്ങൾക്കും കുഴപ്പമൊന്നുമില്ല, ഞാൻ ഇതെല്ലാം ചെയ്യാം, പക്ഷേ ഞങ്ങൾ സ്ത്രീധനം തരില്ല, ഞങ്ങൾ ഒന്നുമേ സ്ത്രീധനം തരില്ല. കാരണം ഓൾറെഡി ഞാൻ ഈ പെൺകുട്ടീനെ ഡോക്ടറാക്കാനായിട്ട് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. 1 കോടി രൂപ ആണ് ഞാൻ അതിന് മെഡിസിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അതിപ്പോൾ ഒരു ജോലിയും ഉണ്ട്. ഇനി ഞാൻ അതിന് ഡൗറി തരത്തില്ല, പക്ഷേ കല്യാണം ഗ്രാൻഡായിട്ട് നടത്തും. അപ്പോൾ ഇവർക്ക് വേറെ ഒന്നും പറയാനില്ല, ഓക്കെ എന്ന് പറഞ്ഞ് പയ്യൻ്റെ വീട്ടുകാർ കുഴപ്പമില്ലാത്തൊരു ഫാമിലിയാണ്. കുഴപ്പമില്ലാന്ന് വെച്ചാൽ പക്ഷേ അവർക്ക് പൈസയ്ക്ക് ആവശ്യമുള്ളവരാണ്, അവർക്ക് കുറേ ബാധ്യതയൊക്കെ ഉണ്ട് എന്നുള്ളപ്പം സംസാരിച്ചപ്പോഴത്തെ കുറച്ചെങ്കിലും എന്തെങ്കിലും ഗിഫ്റ്റ് പോലെയെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ ഈ പയ്യൻ്റെ ബാധ്യത തീരുമായിരുന്നു. എന്നിട്ടും ആ പയ്യനും പറഞ്ഞു വേണ്ട, ഞാൻ ഇത് ചെയ്യണില്ല എന്ന് പറഞ്ഞു. അവരുടെ കല്യാണം ഫിക്സ് ചെയ്തു, കല്യാണം നടക്കാൻ പോകുന്നു. അപ്പം പക്ഷെ അത് പേഴ്സണലി അറിയാവുന്നതുകൊണ്ട് കിട്ടിയിരുന്നെങ്കിൽ അവൻ്റെ പ്രശ്നം തീരുമായിരുന്നു.
പക്ഷേ അത് കിട്ടിയില്ല, അവധി. പക്ഷെ ആ പെൺകുട്ടിയുടെ വീട്ടുകാരെടുത്ത തീരുമാനം കറക്റ്റായിരുന്നു. കാരണം ഡൗറി കൊടുക്കുന്നില്ല. പിന്നെ ഉണ്ട്, അവർ പറഞ്ഞു എനിക്കുള്ളത്, എനിക്ക് 2 പിള്ളേരുണ്ട്, ഞങ്ങൾ കാലശേഷം ഞങ്ങൾ കൊടുക്കും എന്നുള്ള രീതിയിൽ. ഡൗറി കണ്ടിട്ട് എൻ്റെ മകളെ കെട്ടണ്ട എന്നുള്ള രീതി ഞാനുണ്ട്. ഞാൻ അവൾക്ക് കൊടുക്കാനുള്ളത് ഞാൻ അവളുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഭാവത്തിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അവിടെ ഇത് ചെയ്തിട്ടുണ്ട്. പുള്ളി പറഞ്ഞ എല്ലാ മാതാപിതാക്കളും ശരിക്കും പറഞ്ഞ കല്യാണ സമയത്ത് പറയേണ്ടത് അങ്ങനെ പറയണം. പക്ഷേ അങ്ങനെ എത്ര പേര് പറയില്ല. വരുന്ന നല്ലൊരു റിലേഷൻ നടക്കാതെ പോകുമോ എന്ന് പറഞ്ഞിട്ട് ഇല്ലാത്തതും കൂടെ നമ്മളിപ്പോൾ 5 പവൻ പറയാൻ പോകുന്നവർ അവിടെ ചെല്ലുമ്പോൾ 20 പവൻ പറയും. പലരും ലോൺ എടുത്ത് വീട് പ്ലെഡ്ജ് ചെയ്ത് അങ്ങനെ കൊടുത്തിട്ട് നമുക്ക് ഈ പുറമേയല്ലേ അറിയാവുള്ളൂ. അകത്ത് വരുമ്പോൾ ഈ വേറെ ഇഷ്യൂസ് ഉണ്ടായിട്ട് കുട്ടി വീട്ടിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ അത് പ്രശ്നമല്ലേ. അപ്പോൾ ഈ പെൺകുട്ടി ചിന്തിക്കുമ്പോഴോ അപ്പം ഞാൻ തിരിച്ചു പോകണേ എങ്ങനെ? അപ്പോൾ ഈ നമ്മൾ സെക്ഷൽ അസോൾട്ടിനെ കുറിച്ച് പറയുന്നു, ഈ അസോൾട്ടിനെ കുറിച്ച് പറയുന്നു, ക്രൂവൽറ്റിയെ കുറിച്ച് പറയുന്നു. ഈ പെൺകുട്ടി സഹിച്ച് നിൽക്കുന്നത് ചിലപ്പോൾ ഈ ഇതറിഞ്ഞിട്ടായിരിക്കും എന്നെ കഷ്ടപ്പെട്ടാണ് വിട്ടതിരിക്കുന്നത്, അപ്പം ഞാനിത് സഹിച്ച് നിൽക്കണം. ഇതെല്ലാം തമ്മിൽ ഇൻ്റർ കണക്റ്റഡ് ആണ് അതിൻ്റെ അകത്ത്. അങ്ങനെ അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അവരത് സഹിച്ച് നിൽക്കുകയും അത് അവസാനം അവരുടെ മരണത്തിൽ കലാശിക്കുകയൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഇനിയെങ്കിലും നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പെൺകുട്ടികളുടെ പാരൻസ്, പെൺകുട്ടികളും ഡൗറി കൊടുത്ത് അല്ലെങ്കിൽ ഇത്രയും ആഡംബരമായിട്ടുള്ളൊരു വിവാഹം നടത്തിച്ച് ഉള്ളൊരു വിവാഹം വേണ്ട. വളരെ സിമ്പിളായിട്ട് നമുക്ക് കുറച്ച് ഒരു ഇത് വേണമെങ്കിൽ ഒരെണ്ണം. ഇപ്പം എന്തെല്ലാം രീതികളാണുള്ളത്. ഒരു കല്യാണം നടത്തണമെങ്കിൽ എത്ര ഇത് കടന്നു പോകണം. എൻഗേജ്മെൻറ്റ് തൊട്ട് പിന്നെ ഓരോ ചടങ്ങുകളാണ്. പക്ഷേ ഒരു തരത്തിൽ അത് കൊള്ളാം. പക്ഷെ അതിൻ്റെ എക്സ്പെൻസ് ആര് മീറ്റ് ചെയ്യും? എന്നാൽ 2 പേരും കൂടെ മീറ്റ് ചെയ്യാത്ത എന്ത്? എന്തുകൊണ്ടാണ് ഇപ്പോഴും അങ്ങനെ ഒരു സിസ്റ്റം ഇല്ലാത്ത എന്ത്? മുഴുവനും ചെയ്യുന്നത് പെണ്ണിൻ്റെ വീട്ടുകാരാണ് ചെയ്യുന്നത്. പയ്യൻ്റെ വീട്ടുകാർ ഉമ്മ വന്ന് അതിൽ പങ്കെടുത്ത് പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. കല്യാണം കഴിഞ്ഞുള്ള റിസപ്ഷന് ചിലയിടത്ത് ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരിടത്തും ഈക്വൽ ഷെയറിംഗ് ഇല്ല. പക്ഷേ വളരെ അപൂർവമായിട്ട് ചിലയിടങ്ങളിൽ 2 പേരും അങ്ങനെ പറഞ്ഞ് അത് ചെയ്യുന്നുണ്ട്. അതെ, അതുകൊണ്ട് ഡൗറി എന്ന് പറയുമ്പോഴത്തേക്കും ഡൗറി ഡെത്ത് വരെ സംഭവിക്കുന്നത് ഡൗറി തന്നെയാണ്. ഇപ്പം ആരുടെ വിസ്മയുടെ ഉത്തരയുടെ കേസാണ്. എന്ത് ക്രിയേറ്റീവായിട്ടാണ് അയാൾ ആ ക്രൈം ചെയ്യുന്നത്. എങ്ങനെയെങ്കിലും ഭാര്യയെ ഒഴിവാക്കണം, മരണത്തിലൂടെ ഒഴിവാക്കുക, അയാളുടെ പേരിൽ കേസ് വരരുത്. അതിന് പാമ്പിനെ കൊണ്ട് സ്റ്റാർവ് ചെയ്ത് നിൽക്കുന്ന പാമ്പിനെ അകത്തേക്ക് വിട്ട് കൊത്തിക്കാനാണ് പുള്ളി നോക്കിയത്. എന്തോ ദൈവഭാഗ്യം അല്ലെങ്കിൽ നീതി ന്യായം ആ പെൺകുട്ടിയുടെ ഭാഗത്തായതുകൊണ്ട് കേസായി അത് തെളിയുകയും ചെയ്തു. അത് കണ്ടുപിടിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അപ്പൊ ഇത്രമാത്രം ക്രൂവലായിട്ട് പൈസയ്ക്ക് വേണ്ടി സ്വന്തം ഭാര്യയെ കൊല്ലുന്നു. അപ്പം ഈ ഡൗറി സിസ്റ്റത്തിന്റെ വലിയ ഒരു കോൺസിക്വൻസ് ആയിട്ട് തന്നെ നമ്മളത് പറയണ്ട. ആ വീട്ടുകാർ അത്രയും പൈസ കൊടുത്ത് എനിക്കൊന്നും ഇത്രയ്ക്ക് എന്തോ ഡിസബിലിറ്റി ഉണ്ട് എന്നുള്ളതും കൂടി അതുകൊണ്ട് അതിന് കൂടുതലായിട്ട് കോമ്പൻസേറ്റ് ചെയ്ത് കൊടുത്തു അതിൻ്റെ അകത്ത്. പക്ഷേ അതും ഉള്ളയാളാണ്. കൊടുക്കും തോറും വേണമെന്ന് നമ്മൾ ഏൺ ചെയ്തതാണെങ്കിൽ അതിന് ഇതുണ്ട്. ഇതല്ലാതെ കിട്ടുമ്പോൾ കുറച്ചും കൂടെ കിട്ടാം എന്ന് ചിന്തിക്കുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം. അതുകൊണ്ട് ആ മൈൻഡ് സ്ട്രാറ്റജി മാറ്റണം. ആണിൻ്റെ ആയാലും പെണ്ണിൻ്റെ ആയാലും മൈൻഡ്. ഇപ്പം നമുക്ക് പാരൻസിന് നമുക്കത് തിരുത്താൻ പറ്റിയെന്ന് വരത്തില്ല. പുതിയ തലമുറയിലുള്ള അടുത്ത തലമുറയിലുള്ള കുട്ടികൾ അങ്ങനെ ഒരു തീരുമാനം എടുക്കും. പിന്നെ തീർച്ചയായിട്ടും പാരൻസിൻ്റെ അസറ്റ്സ് മുഴുവനായിട്ടും മക്കൾക്കുള്ളതാണ്. അത് അവരുടെ കാലശേഷം ഞാൻ എൻ്റെ അടുത്ത് വന്നാലും വില്ല എഴുതാനും ഇത് ചെയ്യാനേ പറയത്തുള്ളൂ. ഇരിക്കുന്ന കാലം പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യരുത്, മക്കൾക്ക് കൊടുക്കരുത് എന്ന് പൂർണ്ണമായിട്ട് പറഞ്ഞു കൊടുക്കുന്ന കൂട്ടത്തില്ല. ഒരുപാട് കേസസ് മക്കൾ തന്നെ മാറി അച്ഛനെ അമ്മയെ നോക്കാതെ റോഡിലാക്കി ഓൾഡേജ് ഹോമിലാക്കി എല്ലാ പൈസയും. ഈ അസറ്റ്സ് ഉണ്ടെങ്കിൽ മാത്രമേ അവരെ നോക്കത്തുള്ളൂ. അത് എല്ലാവരും അങ്ങനെയൊന്നല്ല, ബട്ട് അങ്ങനെയുണ്ട്. അതുകൊണ്ട് ഇവർക്ക് ഉള്ളത് ഇവർ വെച്ചിരിക്കട്ടെ. ഇവിടെ കാലശേഷം തീർച്ചയായിട്ടും അവരുടെ ലീഗലൈസായ അവർ മക്കൾക്കേ പോകത്തുള്ളൂ. അപ്പം കിട്ടട്ടെ. ബാക്കി കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുക, അവർ പഠിക്കട്ടെ, ജോലിയെടുത്ത് ഉണ്ടാക്കട്ടെ. അതല്ലാതെ ഡൗറി കൊടുത്ത് എനിക്കുള്ളൊരു കേസ് എപ്പോഴാണ് ഓർമ്മ വന്നത്. ആ ഡൗറി കൊടുത്തില്ല. പക്ഷെ അയാൾക്ക് കൊറോണ സമയത്താണ് കല്യാണം നടത്തിയത്. കല്യാണം നടത്തിയപ്പോഴത്തേക്കും അവർ പറഞ്ഞു രജിസ്റ്റർ മാരേജ് ചെയ്യാം. ഇല്ല, ക്രിസ്ത്യാനി കല്യാണമായിരുന്നു. അന്നേരം അവർ പറഞ്ഞു പള്ളിയിൽ വെച്ച് കല്യാണം പേര് നടത്താം. അപ്പം അന്ന് 20 ആളുകളൊക്കെ പാടുള്ളൂ ഒരു കല്യാണത്തിന്. അപ്പം വളരെ 20 ആൾ വെച്ച് ആ കല്യാണം നടന്നു. അവിടെ ചെന്ന്
അപ്പോൾ ഇവരും അത്ര വലിയ ഡൗറിയൊന്നും കൊടുത്തില്ല, ബട്ട് സ്വർണം കൊടുത്തു, 10-50 പവൻ്റെയൊക്കെ കൊടുത്തു. പക്ഷേ ഈ പെൺകുട്ടി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കുട്ടിയാണ്. വീട്ടിൽ ചെന്ന് കഴിഞ്ഞോടെ അന്ന് വൈകുന്നേരം തന്നെ അമ്മ ചോദിക്കാം, മോളെ ഞാൻ ഈ ഗോൾഡൊക്കെ വെച്ചോളാം എന്ന് പറഞ്ഞു. അന്നേരം അവൾ പറഞ്ഞില്ല, ഞാൻ വെക്കാമേ എന്ന് പറഞ്ഞിട്ട് അവളുടെ കയ്യിൽ വെച്ചു. അന്നേരം വീട്ടിൽ തന്നെ വെച്ചിരുന്നു, ആ വീട്ടിൽ തന്നെ വെച്ചു. അപ്പോൾ ആ വെരി ഫസ്റ്റ് ഡേ ആണ് അവിടെ നടക്കുന്നത്. അപ്പോൾ അവിടെ ഒരു അസ്വസ്ഥത അന്നേ ഉണ്ടായി. അന്ന് മുതലേ അമ്മയ്ക്ക് ഈ കുട്ടീനോട് ഇഷ്ടക്കുറവാണ്. കാരണം ഗോൾഡിൻ്റെ കസ്റ്റഡി കിട്ടിയില്ല. അവരത് പ്രതീക്ഷിച്ചാണ് കല്യാണം ഇത് ചെയ്തത്. അപ്പം അന്ന് മുതൽ അവിടെ ഇഷ്യൂസാണ്. അപ്പോൾ ഇവർക്ക് ഈ കുട്ടിക്ക് മുമ്പേ അറിയാവുന്നതുകൊണ്ടും ഇത്ര വിദ്യാഭ്യാസം ഉള്ളതുകൊണ്ടും ഇവരുടെ കയ്യിൽ തന്നെ ആ ഇത് വന്നു. അപ്പോൾ അത് വേറൊരു കേസായ ആ അമ്മയാണെങ്കിൽ ഈ മകനെ ഫുൾ കസ്റ്റഡിയിലാണ് വെച്ചിരിക്കുന്നത്. കസ്റ്റഡി എന്നല്ല, അവരുടെ ഫുൾ ഫ്രീഡമാണ് അമ്മയ്ക്ക് ആ മകനോടുള്ളത്. അതായത് ആ മകൻ പറയുന്ന പോലെ മാത്രമേ മകൻ കേൾക്കത്തുള്ളൂ. എന്തെങ്കിലും അസോൾട്ട് പോലെയൊക്കെ മോളെ അസോൾട്ടൊക്കെ ചെയ്തു. കല്യാണം കഴിഞ്ഞ ഈ കാലഘട്ടത്തിൽ നടന്ന ഇതാണ്. കല്യാണം കഴിഞ്ഞ തൊട്ടടുത്ത ദിവസം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വെർജിനിറ്റി ടെസ്റ്റ് നടത്തി. അതിൻ്റെ അകത്ത് എന്താ ഹസ്ബൻഡാണോ? ഹസ്ബൻഡിൻ്റെ സിസ്റ്ററും അമ്മയും കൂടെ ഹസ്ബൻഡും കൂടെ ചേർന്നാണ് പോയത്. അപ്പോൾ ഈ കുട്ടിക്ക് പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം കല്യാണം എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ്, ആ ഒരു ആദ്യ കാലഘട്ടങ്ങൾ അവരൊരു ഡ്രീം വേൾഡിലാണ്. അവർ പുതിയ അന്തരീക്ഷത്തിൽ പോകുമ്പോൾ അവർക്ക് അതുമായിട്ടൊക്കെ മനസ്സിലാക്കി എടുക്കാനൊക്കെ കുറച്ച് സമയം എടുക്കും. അപ്പോൾ പോയപ്പോൾ പോയി. പിന്നെയാണ് നമ്മളത് അറിയുന്നത് എന്താ അവിടെ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഇത് അമ്മ പറഞ്ഞിട്ട്, അമ്മയും സഹോദരിയും പറഞ്ഞിട്ട് ഇങ്ങനെ ടെസ്റ്റ് നടത്തി എന്നുള്ളത്. ഇതിനാ കല്യാണം കഴിച്ച ഒരു പെണ്ണിന്റെ ജീവിതം നശിപ്പിക്കുന്നത്. എന്നിട്ട് അത് കഴിഞ്ഞു. പിന്നെ ആ കുട്ടിയെ കൺസീവായി. കൺസീവ് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മയുടെ വീട്ടിൽ കൊണ്ടുവിട്ടു. എന്തുകൊണ്ട്? ഈ ഗോൾഡ് കിട്ടിയില്ല. അതിൻ്റെ നെക്സ്റ്റ് മന്തിൽ അയാൾ റെയിൽവേ എംപ്ലോയി ആണ്. റെയിൽവേ എംപ്ലോയി ആയപ്പോഴത്തേക്കും സാലറി എത്രയാണെന്ന് ഈ പെൺകുട്ടിക്ക് ചോദിച്ചപ്പോഴത്തേക്കും അത് എത്രയാണെന്ന് പറഞ്ഞില്ല. കാരണം സാലറി കംപ്ലീറ്റ് ആയിട്ട് അമ്മയുടെ കയ്യിലോട്ടാണ് പോകുന്നത്. ഒരു പെൺകുട്ടിയുടെ ഒരു ധാർമ്മികമായിട്ടൊരു ആഗ്രഹം, എത്ര സാലറി കിട്ടും, അതിൽ നിന്നൊരിത് കിട്ടണം എന്നുള്ളത് സ്വാഭാവികമാണ്. പക്ഷെ അത് അറിഞ്ഞില്ല. അങ്ങനെ ചോദ്യം ചെയ്തു എന്നുള്ളത് കൊണ്ട് ഇവളെ 4-ാം മാസമായപ്പോഴത്തേക്കും അമ്മയുടെ വീട്ടിൽ കൊണ്ടുവിട്ടു. അതിനുശേഷം അവൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല അതിൻ്റെ അകത്ത്. അത് കഴിഞ്ഞ് ചിലവിന് കൊടുത്തിട്ടില്ല, ഒന്നും ചെയ്തില്ല. അത് കഴിഞ്ഞ് കുഞ്ഞ് ജനിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ദിവസം കാണാൻ വന്ന് നോക്കി അതങ്ങ് പോയി. പിന്നെ വരുന്നത്, അപ്പോൾ ഇവളാണെങ്കിൽ റെയിൽവേയിലോട്ടൊരു ലെറ്ററൊക്കെ അയച്ചു. പിന്നെ അതാണെന്ന് വെച്ചാൽ ഇങ്ങനെ ചിലവിന് തരുന്നില്ല. അപ്പോൾ റെയിൽവേ ഉടനെ ആക്ഷൻ എടുത്തു. അയാളെ വിളിച്ച് ക്വസ്റ്റ്യൻ ചെയ്തു, എന്താ നിങ്ങൾ കൊടുക്കാത്തേ എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും റെയിൽവേ പറഞ്ഞു, ഞങ്ങൾ അതിൻ്റെ ഒരു ഇത് തരാം എന്നൊക്കെ എഴുതി പറഞ്ഞു. ഇത് ചെയ്തു. നമുക്ക് നെക്സ്റ്റ് മന്ത് ഈ കുട്ടിക്ക് കിട്ടുന്നത് ഒരു ഡൈവോഴ്സ് നോട്ടീസാണ് അവൻ കൊടുത്തത്. അപ്പോൾ അപ്പോഴാണ് എൻ്റെ അടുത്ത് വരുന്നത്. അപ്പോൾ ഞാനത് കാരണം ചോദിച്ചപ്പോഴാണ് ഈ ഗോൾഡിൻ്റെ ഇത് കിട്ടിയില്ല. അപ്പോൾ പിന്നെയാണ് ഈ ഓരോ കാര്യങ്ങൾ സംസാരിച്ച് വരുമ്പോഴത്തേക്കും ഇനിയിപ്പോൾ ആ ഗോൾഡേ കിട്ടിയില്ല. ഇനിയിപ്പോൾ ഇത് ഒഴിവാക്കിയിട്ട് ഇയാൾക്കിപ്പോൾ റെയിൽവേയിൽ ജോലി ഉള്ള ആളാണ്. അപ്പോൾ ആ അമ്മ പറയാണ്, എൻ്റെ മോൻ ഇതിനേക്കാളും നല്ല ഇടത്ത് കിട്ടും. പുള്ളിക്ക് ചിന്തിക്കാനുള്ളൊരു വിവേകവും ബുദ്ധിയില്ല. നമുക്ക് അമ്മയോടുള്ള സ്നേഹം ഒരിക്കലും വേണമെന്നില്ല. നമ്മളെ ജനിച്ച് വളർത്തി ഇത്രയും കഷ്ടപ്പെട്ട് നമുക്ക് ഒരു ലൈഫ് വന്നാ വരാ. പക്ഷെ അവർ പറയുന്ന അനുസരിച്ച് വേറൊരാൾ ഇത്രയും ക്രൂവലായിട്ട് പെരുമാറുക എന്നൊക്കെ പറയുമ്പോൾ, പക്ഷെ അമ്മയുടെ സ്നേഹം അത്രയും ആഴത്തിലുള്ള സ്നേഹമാണ് അതിൻ്റെ അകത്ത്. സ്വന്തം മോനെ നല്ലത് വരണം എന്നൊരിതാണെങ്കിൽ ഇങ്ങനെ വന്നു ക്യാഷ് കിട്ടുന്നത് കുറച്ച് കൂടുതൽ ഫിനാൻസ് കിട്ടുകയാണെങ്കിൽ അത് അവൻ്റെ ഇതിനാണ് ഉപയോഗിക്കാൻ പറ്റുന്നത്. അവർ പറഞ്ഞ മറുപടിയാണ് എൻ്റെ അടുത്ത് ഇതിൻ്റെ അകത്ത്. അപ്പോൾ അങ്ങനെ പറഞ്ഞ് അത് ഡൈവോഴ്സിൻ്റെ അവിടെ വന്നു. ഇത് വന്നപ്പോഴത്തേക്കും ആണ് ഞാൻ ഈ കല്യാണം കഴിഞ്ഞ അടുത്ത ദിവസം തന്നെ ഈ പ്രശ്നം പറ്റി എന്നുള്ള കാര്യം അതിനെക്കുറിച്ചും ഈ ഹരാസ്മെൻറ്റും ഒക്കെ അതറിയാം. പിന്നെ അങ്ങനെ പറഞ്ഞപ്പോൾ നമ്മൾ പോലീസിലൊക്കെ പരാതി കൊടുത്തു. സാധാരണ അങ്ങനെ ഞാനത് കാരണം ആ റിലേഷൻ സ്ട്രെയിൻ ആവും. പിന്നെ അവരുമായിട്ട് ഒന്നിച്ച് താമസിക്കാനായിട്ട് നടക്കില്ല. പക്ഷേ ഇതിനി അയാൾ വ്യക്തമായിട്ട് അയാളുടെ അമ്മ പറയാണ്, ആ കൊച്ചു പോലും ഞങ്ങളുടെ ആണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഞാൻ വീട്ടിലോട്ട് കൊച്ചു അങ്ങനെ എങ്ങനെ ഇത് ചെയ്യാൻ പറ്റും? അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് ചെയ്യാൻ ഡൈവോഴ്സ് വേണം. പക്ഷേ ഈ പെൺകുട്ടി പറഞ്ഞ് ഞാൻ ഡൈവോഴ്സ് കൊടുക്കത്തില്ല. അത് പറഞ്ഞപ്പോൾ അത് കണ്ടസ്റ്റഡ് ഡൈവോഴ്സ് ആയിട്ട് പോയി. പുള്ളി ഫ്രീഡം കിട്ടി വേറെ ലൈഫിലേക്ക് പോകുന്നുള്ളതുകൊണ്ട് അയാളുടെ അതുകൊണ്ട് മാത്രമാണ് അയാളുടെ ഉദ്ദേശം ഇതിൽ നിന്ന് മാറിയതിന് ശേഷം അയാൾക്ക് വേറെ കല്യാണം കൊച്ചിനെ വിട്ടിട്ട് അങ്ങ് പോവുക. അയാൾ പറഞ്ഞ് എൻ്റെ മകൻ ഇമ്പോർട്ടൻ്റ് അല്ല, അതിന് പ്രൂഫുണ്ട്, കുഞ്ഞായി കഴിഞ്ഞു, എല്ലാം ഉണ്ട്, സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയി ആണ്, അതുകൊണ്ട് ഇതിനേക്കാളും ബെറ്റർ കിട്ടും, അപ്പം നീ മാറി തന്നാൽ മതി
അമ്മ പറയുന്നതാണ്. അപ്പോൾ അത്ര ഇതെല്ലാം നമ്മുടെ അടുത്ത് ഇതെല്ലാം കൗൺസിലിംഗ് നടക്കുമ്പോഴത്തേക്ക് നമ്മുടെ അടുത്ത് പറഞ്ഞു വരുന്നതാണ്. അതുകൊണ്ട് മാഡം ഇതെങ്ങനെ ഡൈവോഴ്സ് ആക്കി തരിക എന്ന് പറഞ്ഞ് ആ ഡൈവോഴ്സിൻ്റെ കേസ് നടത്തണം. അപ്പം അവിടുത്തെ അതിൻ്റെ അകത്തുള്ള റൂട്ട് കോസ് എന്താണെന്ന് പറഞ്ഞാൽ ഈ കുട്ടി അന്ന് കല്യാണം കഴിഞ്ഞ് വന്ന് കയറിയതിൻ്റെ അന്ന് ഈ കിട്ടിയ ഗോൾഡ് അവരുടെ കയ്യിൽ കൊടുത്തില്ല. അവരത് എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടാവും. അതിൻ്റെ അകത്ത് ആ ഒറ്റ കാരണമാണ് ഇത്. ഇതാണ് ഈ മോൾക്കുള്ളതാണ് എന്ന് പറഞ്ഞു കൊടുക്കുന്നതും ഇവർക്ക് കിട്ടുന്ന പ്രതീക്ഷയിലാണ് ഇവർ ഈ കല്യാണം നടത്തുന്നത്. അതും സത്യം പറഞ്ഞാൽ ഒന്നും പറയുകയോ ഫിക്സ് ചെയ്ത് വെക്കുകയോ ചെയ്യരുത്. ഡൗറി ആയിട്ട് ഇപ്പം എൻ്റെ മോൾക്ക് എന്ന് പറഞ്ഞ് ഒന്നും പറയാൻ പാടില്ല. അത് ഇൻഡയറക്റ്റായിട്ട് ഡൗറി തന്നെയാണ്. ഡൗറി അല്ല, മോൾക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നത് ഒന്നുമില്ല. അവർ എത്രയോ കല്യാണത്തിന് അവർ പറയും എൻഗേജ്മെൻ്റ് എന്ന് പറയും, വസ്തു രജിസ്റ്റർ ചെയ്ത് തരണം, വീടും സ്ഥലവും മോക്ക് കൊടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണത്തിന് മുമ്പേ അത് രജിസ്റ്റർ ചെയ്ത് കിട്ടണം എന്ന് നിർബന്ധം പിടിക്കുന്ന എത്രയോ പേരുണ്ട്. ചിലവർ ചെയ്ത് കൊടുക്കും, ചിലവർ ചെയ്ത് കൊടുക്കത്തില്ല. ഇപ്പോഴൊക്കെ എൻ്റെ അടുത്ത് ഒപ്പീനിയൻ ചോദിച്ചാൽ ഞാൻ പറയും കൊടുക്കണ്ട, അങ്ങനെയുള്ള കല്യാണം വേണ്ട, കൊടുക്കുന്ന സമയത്ത് കൊടുത്താൽ മതിയെന്ന്. പക്ഷേ അങ്ങനെ നിർബന്ധിച്ച് അങ്ങനെ എഴുതി കൊടുക്കുന്നതും പ്രശ്നമാണ്. അങ്ങനെ വേറൊരു കേസുണ്ട്, നമ്മൾ എഴുതി കൊടുത്തു എൻഗേജ്മെൻറ്റ് സമയത്ത് 2 പേരുടെ പേർക്കും എഴുതി കൊടുത്തു, ഡിവോഴ്സിലോട്ട് പോയി. ആ പ്രോപ്പർട്ടി എങ്ങനെ തിരിച്ചെടുക്കും? അയാളുടെ പേർക്കോട്ടല്ലേ അത് ഇരിക്കുന്നത്, ഹസ്ബൻഡിൻ്റെ പേരിലോട്ടാണ് ഇരിക്കുന്നത്. അയാൾ തിരിച്ചെഴുതി തന്നാലല്ലേ അത് വരത്തുള്ളൂ. അപ്പോൾ തിരിച്ചെഴുതി കിട്ടാനായിട്ട് അതിന് വേറൊരു കേസ് കൊടുത്തിരിക്കുകയാണ്. കാരണം കല്യാണ സമയം ആയപ്പോഴത്തേക്കുമാണ് നമ്മൾ ഇത് കൊടുത്തത്, ഗിഫ്റ്റായിട്ട് കൊടുത്തത്. അയാളുടെ സെൽഫ് അക്യൂർഡ് അല്ല, അല്ലെങ്കിൽ അയാളുടെ ഇൻഹെറിൻ്റ് അല്ല, അയാൾക്ക് കിട്ടിയതല്ല. ഈ കല്യാണം കഴിച്ചത് കൊണ്ടാണ് അയാൾക്കതിൻ്റെ ഹാഫ് ദ ഷെയർ കിട്ടിയത്. അപ്പം ഇപ്പോൾ ഡിവോഴ്സിലോട്ട് പോയതുകൊണ്ട് അയാൾ തിരിച്ചു തരണം. അതൊരു ലോങ് ടേം പ്രോസസ്സ് അല്ലേ? ലോങ് ടേം പ്രോസസ്സാണ്. ഇതെല്ലാം അവിടെ ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് തീർക്കാൻ സാധിക്കണമെങ്കിൽ അവിടെ മ്യൂച്വൽ മാത്രമേ പോസിബിൾ ആയിട്ടുള്ളൂ. ഇല്ലെങ്കിൽ ആ ഒരു ജീവിതം ഇങ്ങനെ ജീവിതത്തിന് നമ്മൾ ഈ പറയുന്ന കൂട്ട് നല്ല സമയം ഇതിന് പിറകെ പോവും. ഫാമിലി കോടതി കയറി ഇറങ്ങാനേ സമയം കാണത്തുള്ളൂ അതിൻ്റെ അകത്ത്. അതാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ഇനിയുള്ള തലമുറ അല്ലെങ്കിൽ ഇനി അടുത്തൊരു കല്യാണം നടക്കുമ്പോഴെങ്കിലും ഗിഫ്റ്റും വേണ്ട, സ്ത്രീധനവും വേണ്ട, കുട്ടികളെ പഠിപ്പിക്കുക. ഓക്കെ, ഞാൻ എൻ്റെ കുട്ടീനെ ഇത്രയും പഠിപ്പിച്ചിട്ടുണ്ട്, അവനെ ഇത്രയും ആക്കിയിട്ടുണ്ട്, അവൾക്ക് ഇത്രയും രൂപ ശമ്പളം കിട്ടുന്നുണ്ട്, നാളെ ഇതിനേക്കാളും അപ്പുറം കിട്ടുന്നുണ്ട്. ഇതിന് കേപ്പബിൾ ആണെങ്കിൽ, ഇതിനുമായിട്ട് ചേർന്ന് പോകാൻ പറ്റുന്ന ആളുണ്ടെങ്കിൽ മതി, എൻ്റെ കുഞ്ഞിനെ കെട്ടിയാൽ മതി എന്നൊരു ഡിസിഷൻ എടുക്കാൻ പെൺകുട്ടികളുടെ അമ്മമാർക്ക് സാധിച്ചാൽ, ഒരാൾ ചെയ്യുമ്പോൾ മറ്റേ 5 പേര് തയ്യാറായിട്ട് നിന്നാൽ ഇതില്ല എങ്കിൽ മാത്രമേ ഇതിനൊരു മാറ്റം വരുവുള്ളൂ. ഈ ഡൗറി ഡെത്തും സ്ത്രീധനത്തിനും ബാക്കിയെല്ലാം പല രീതിയിലുണ്ട്. പക്ഷേ ഈ നമുക്ക് ഡൗറി എന്ന് പറയുന്ന ഈ ഡൗറിക്ക് നോ പറഞ്ഞാൽ തന്നെ വലിയ കുറേ അധികം കേസുകൾക്ക് ഒരു വലിയ ഇത് ഉണ്ടാവും. നോർത്ത് ഇന്ത്യയിലൊക്കെ ഇപ്പോഴും പണ്ടൊക്കെ എന്ന് വെച്ചാൽ സ്റ്റൗ പൊട്ടിത്തെറിച്ച് മരിച്ചു എന്താണ് പറയുന്നത്. അതെന്താ ഡൗറിയുടെ കാര്യം വരുമ്പോഴത്തേക്കും പണ്ടത്തെ വേറൊരു ഇങ്ങനത്തെ ഗ്യാസ് ചെയ്യുന്ന ഒരു സ്റ്റൗവാണ് അത്. അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കും. സ്ത്രീധനം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ, വിചാരിച്ച സമയത്ത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ആ പെൺകുട്ടി മരിക്കുകയാണ് ചെയ്യുന്നത്. അവർക്കൊക്കെ സ്നേഹം എവിടെയെന്നുള്ളതാണ്. പൈസയോട് മാത്രമേ ഉള്ളൂ, വ്യക്തിയോടുള്ള സ്നേഹം വരുന്നില്ലല്ലോ. അതൊക്കെ വളരെ അപൂർവമാണ്. എല്ലാവരും അങ്ങനെയല്ലെന്ന് നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റില്ല. ബട്ട് കൂടുതലാത് മെജോറിറ്റി. കാരണം ഒരാൾ ആരുടെ ഞാൻ സംസാരിച്ചാൽ പറഞ്ഞാൽ എന്തായാലും കല്യാണം കഴിക്കുന്നു, അപ്പം കുറച്ച് ഉള്ളിടത്തുനിന്ന് കിട്ടിയാൽ നമ്മുടെ ലൈഫ് സെക്യൂർ ആയില്ലേ. അതാണ് അപ്രോച്ച്. അപ്പോൾ ഇല്ലാത്തപ്പോൾ ഒരു വീട്ടിൽ 3 പെൺകുട്ടികൾ അല്ലെങ്കിൽ 5 പെൺകുട്ടികളുള്ള അവരെങ്ങനെ ഇത് ചെയ്യും? അവരെ നമ്മൾ കൊടുക്കില്ല എന്നൊരു രീതി നമുക്ക് കൊടുക്കില്ല എന്നുള്ള രീതി വരണം. ഈ പെൺകുട്ടികൾ സ്വയം പര്യാപ്തത നേടണം. അതെ, എഡ്യൂക്കേറ്റഡ് ആവണം, സ്വന്തമായിട്ട് ജോലി വേണം, ഡിപ്പെൻഡൻ്റ് ആയി സ്വന്തം കാലിൽ നിൽക്കണം. അത് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു സിസ്റ്റത്തിന് നമുക്ക് ഒരു എൻഡ് വരുത്താൻ പറ്റും. മാമ പറഞ്ഞത് വളരെ കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് ആക്ച്വലി ഏതൊരു കാര്യത്തിനോടും നോ പറയണമെങ്കിൽ നമുക്കൊരു സ്വയം പര്യാപ്തത വേണം. അത് ഈ ഡൗറി സിസ്റ്റം ആണെങ്കിൽ അങ്ങനെ നമ്മുടെ പാരൻസിനെ നമുക്ക് വേണ്ടി ചെയ്തു തരാൻ പറ്റുന്നത് ഈ ഡൗറി കൊടുക്കുകയോ ഗിഫ്റ്റ് കൊടുക്കുകയോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല. നമ്മളെ എഡ്യൂക്കേറ്റ് ചെയ്യുക, നമ്മൾ സ്വന്തം കാലിൽ നിൽക്കാനായി നമ്മളെ വളർത്തി വലുതാക്കി സഹായിക്കുക എന്നുള്ളൊരു കാര്യം മാത്രമാണ്. അപ്പോൾ ഇനി ഇങ്ങനത്തെ സിറ്റുവേഷൻസ് വരുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എവറി നോ കൗണ്ട്സ് എന്നുള്ളതാണ്. ഇപ്പം ഐ ഷുഡ് സേ നോ ടു ഡൗറി. എൻ്റെ പാരൻസിന് അത് പറയാൻ പറ്റിയില്ലെങ്കിൽ ഐ ഷുഡ് സേ ഞാൻ തന്നെയാണ് ഏറ്റവും വലിയ ധനം, പ്രത്യേകിച്ചൊന്നും തന്ന് എന്നെ കെട്ടിക്കാൻ മാത്രം ഉള്ള കാര്യമില്ല എന്ന് എനിക്ക് പറയാൻ പറ്റണം. ഇഫ് പാരൻസ് കുഡിൻ സേ. അങ്ങനെ ഓരോരുത്തരുടെയും നോ ഇറ്റ് റിയലി കൗണ്ട്സ് ആൻഡ് ഇറ്റ് വുഡ് മേക്ക് എ ഹ്യൂജ് ഡിഫറൻസ്.